കാശ്മീരിൽ ഇടപെടാനായി പാകിസ്ഥാൻ സൈനിക തന്ത്രങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണം. ഇന്ത്യയും പാക് അധിനിവേശ കാശ്മീരിനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിലെ ചില മേഖലകളാണ് കൈബലം കാട്ടാനുള്ള പാക് പട്ടാളത്തിന്റെ പുതിയ കളി. ആക്രമണത്തിന് ഭീകരർ തെരഞ്ഞെടുത്ത സമയവും ചോദ്യങ്ങൾ ഉയർത്തുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ സന്ദർശനത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലും. 40 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലെ ജിദ്ദ സന്ദർശിക്കുന്നത്. കാശ്മീർ വിഷയത്തിൽ സൗദി പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടില്ല. ഇന്ത്യക്കെതിരെ ഭീകര സംഘടനകളെ ഏകോപിക്കുന്ന പാക് ചാര സംഘടനയായ ISISക്ക് സൗദിയുടെ നിലപാട് നീരസമുണ്ടാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്ത് ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനു പുറമെ കാശ്മീരിലേക്ക് രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ജനുവരി മുതൽ പാക് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡോകൾ നുഴഞ്ഞുകയറ്റങ്ങൾക്ക് ഒരുങ്ങുന്നതായും നിയന്ത്രണ രേഖയിൽ കുഴിബോംബുകൾ സ്ഥാപിക്കുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഹൽഗാമിൽ ഭീകരർ ആക്രമണത്തിന് ഉപയോഗിച്ചത് AK-47 തോക്കുകളാണെന്നും ആദ്യ സൂചനകൾ. ഇത് പാക് പട്ടാളത്തിന്റെ പിന്തുണയുടെ സൂചനയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭീകര സംഘടനകൾക്കുമേൽ പാക് ചാര സംഘടനയ്ക്കും നിയന്ത്രണം നഷ്ടമായിരുന്നു. ഇപ്പോൾ ISI ഇത് വീണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നില ഒരു ദശകത്തിനിടെ മെച്ചമായതും ISIയെ അലട്ടുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് കാശ്മീരിൽ പുതിയ ഭീകരതയ്ക്ക് വേരുപടർത്താൻ ISIയിലെ ഒരു വിഭാഗത്തെ പാക് നേതൃത്വം കയറൂരി വിട്ടത്. ട്രെയിൻ ആക്രമണം കളിയുടെ എല്ലാ നിയമത്തെയും മാറ്റിയിരിക്കുന്നു എന്നാണ് പാക് ജനറൽമാർ ഭീഷണി മുഴക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ട്രെയിനിൽ ബലൂച്ച് തീവ്രവാദികൾ തട്ടിയെടുത്തു യാത്രക്കാരെ ബന്ദികളാക്കിയ സംഭവമാണ് ഇവർ സൂചിപ്പിച്ചത്. മാസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ പാക് ഭീകരരാണ് പഹൽഗാമിൽ പെട്ടെന്ന് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശം നൽകിയാണ് പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം. ജമ്മു മേഖലയിൽ സമീപ മാസങ്ങളിൽ ദുഷ്കര പർവ്വത പ്രദേശത്തുകൂടിയും കൊടു വനമേഖലയിലൂടെയും കാര്യമായ തോതിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ട്.